അങ്ങനെ കാത്തിരുന്ന് ഓഗസ്റ്റ് 3-ാം തീയതി രാവിലെ 10:30 ഫ്ലൈറ്റുള്ളൂ. പക്ഷേങ്കിലും നേരത്തെ എത്താമല്ലോ എന്നോർത്ത് ഞങ്ങൾ 2 മണി കഴിഞ്ഞപ്പോഴേ ഇറങ്ങി. സമയമായപ്പോഴത്തേന് കയറിയ സമയത്ത് എനിക്ക് സങ്കടമായിരുന്നു. അതുകൊണ്ട് ഞാൻ പുറകിലേക്ക് നോക്കിയില്ല. അപ്പോൾ അവിടെ നിന്ന് എല്ലാവരും ടാറ്റ ബൈ പറഞ്ഞു. പിന്നെ അകത്തോടേക്ക് അങ്ങ് കയറിപ്പോയി. അത് കഴിഞ്ഞ് എയർപോർട്ട് ആദ്യമായിട്ട് കാണല്ലേ, കുറേ വീഡിയോസ് എടുത്തു. അവിടെ ചെന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. കാര്യം ആദ്യമായിട്ട് ചെയ്യണം, ആരെയും അറിയില്ല. അപ്പോൾ എല്ലാവരെയും നോക്കി നടന്ന് നമ്മളെ ആർക്കും അറിയില്ലാത്തതുകൊണ്ട് പിന്നെ ആ ഒരു കുഴപ്പമില്ലായിരുന്നു. നമ്മുടെ ഫ്ലൈറ്റ് വന്നു, ഫ്ലൈറ്റിനകത്ത് കയറി. പിന്നെ ഫസ്റ്റ് ഫ്ലൈറ്റ് ആയതുകൊണ്ട് വിൻഡോ സീറ്റ് തന്നെ വേണമെന്ന് ആഗ്രഹിച്ച് വിൻഡോ സീറ്റ് മാത്രമായിട്ട് എടുത്തത്. പിന്നെ ഇത്രയും പൈസ കൊടുത്ത് പോകുന്നതല്ലേ, നമ്മളെല്ലാ വീഡിയോസും എടുക്കണമല്ലോ. ടേക്ക് ഓഫ് ചെയ്യുന്നതിൻ്റെയും ലാൻഡ് ചെയ്യുന്നതിൻ്റെയും അതിൻ്റെ ഇടയിലുള്ള എല്ലാ ഫോട്ടോസും എടുത്തിട്ടുണ്ട്. മറ്റേ വെട്ടം സിനിമയിൽ അടുത്തിരിക്കുന്ന ആൾ ചെയ്യുന്ന പോലെ തന്നെ ചെയ്യുന്ന അതേ അവസ്ഥയായിരുന്നു എൻ്റെ. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഹെഡ്ഫോൺ തന്നത് എവിടെയാണ് കണക്ട് ചെയ്യേണ്ടതെന്ന് അറിയില്ല. സീറ്റ് ബെൽറ്റ് എങ്ങനെയാണ് ഇടേണ്ടതെന്ന് അറിയില്ല. അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു. പക്ഷേ എങ്കിലും കുഴപ്പമില്ലായിരുന്നു. പിന്നെ എൻ്റെ സൈഡിലിരുന്ന ചേട്ടനും അതറിയായിരുന്നു ഞാൻ ആദ്യമായിട്ട് കയറുന്നതെന്ന്. കൊണ്ട് കഴിച്ചു. പക്ഷേ എനിക്ക് വലിയധികം ഇഷ്ടമായില്ല. അതിനകത്ത് ഒരു പുഡിങ് പോലത്തെ അത് നല്ലതായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഒന്ന് ഉറങ്ങി കഴിഞ്ഞപ്പോഴത്തേന് ഇതാ വെൽക്കം ടു ദുബായ് എത്തി. ആദ്യമൊക്കെ കാണുമ്പോൾ നമ്മൾ മുകളിൽ നിന്ന് കാണുമ്പോൾ കുറച്ച് മണ്ണ് കിടക്കുന്ന മാതിരിയായിരുന്നു. പിന്നെ അടുത്തടുത്തേക്ക് വരുമ്പോഴത്തേക്ക് ഫുള്ള് കെട്ടിടങ്ങളാണ്. ഇത്രയും കെട്ടിടങ്ങൾ അടുത്തടുത്തായിട്ട് വന്ന് ഏകദേശം അവിടുത്തെ ഒരു 3:30-3:45, ദുബായിലെ 3:30-3:45 ആയപ്പോഴത്തേന് ദുബായിൽ ലാൻഡ് ചെയ്തു.